സമയം തേടുവാൻ. നമ്മുടെ പ്രിയ സഹോദരൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയിരിക്കുന്നു. ഇനിയും തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യവും നമുക്ക് ഉറപ്പാക്കാനില്ല. എന്നാൽ സ്തേഫാനോസിൻ്റെ മൃതദേഹം ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈ പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം ഇവിടെ മറവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന് അധികാരിയും അവകാശിയും അവിടുത്തെ തന്നെ ആകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ, സഹോദരൻ്റെ ഭൗതിക ശരീരം കർത്താവെ മറവ് ചെയ്യുന്ന ഈ സമയത്ത് അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. അവിടുത്തെ ദയയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവീതരായ എല്ലാവരും ഉത്സാഹം കൊണ്ട് കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ. എല്ലാ മഹത്വം അങ്ങേക്ക് തന്നുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടുക. മഹത്വം അവിടുന്ന് എടുത്താട്ടെ, പുത്രന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുന്നു. മുറിവേറ്റ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആശ്വാസമായിട്ട് ഇരുണ്ട സ്ഥലത്ത് വിളക്ക് പോലെ ദൈവവചനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് തന്നെ നമ്മൾ തിരിയുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 50 മുതൽ 58 വരെയുള്ള വചനങ്ങൾ, ഈ 2 വചനങ്ങളായിട്ട് സഹോദരന്മാരെ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ലെന്ന് ഞാൻ പറയുന്നു. നശ്വരമായത് അനശ്വരതയെ അവകാശമാക്കുകയില്ല. ശ്രദ്ധിക്കുകയും, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നമ്മെല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. ഈ നശ്വരമായത് അനശ്വരതയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഈ നശ്വരമായത് അനശ്വരതയും ഈ മർത്യമായത് അമർത്യതയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിറവേറും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഒന്നിനാലും ഇളകി പോകരുത്. കർത്താവിൽ നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്നറിയുന്നത് കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധിപ്പെടുന്നു. 90-ാം സങ്കീർത്തനം, മോശെ എഴുതിയ ആ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഈ 2 വചനങ്ങളായിട്ട് നമുക്ക് വായിക്കാം. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയസ്ഥാനമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് അങ്ങ് ഭൂമിയും ഈ പ്രപഞ്ചത്തെയും നിർമ്മിക്കുന്നതിന് മുൻപ് നിത്യത മുതൽ നിത്യതയോളം അങ്ങ് ദൈവമാകുന്നു. അങ്ങ് മർത്യനെ പൊടിയിലേക്ക് തിരികെ അയക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിനെന്ന് കൽപ്പിക്കുന്നു. 1000 വർഷം അവിടുത്തെ ദൃഷ്ടിയിൽ കടന്നുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും അത്രേ. അങ്ങ് മനുഷ്യരെ ഉറക്കത്തിലേക്ക് ഒഴുക്കിക്കളയുന്നു. അവര് പ്രഭാതത്തിൽ മുളച്ചു വരുന്ന പുല്ലുപോലെ അത്രേ. രാവിലെ അത് മുളച്ച് തഴുക്കുന്നു, വൈകുന്നേരം അത് വാടിക്കരിഞ്ഞു പോകുന്നു. അവിടുത്തെ കോപത്തിൽ ഞങ്ങൾ എരിഞ്ഞു പോകുന്നു, അവിടുത്തെ ക്രോധത്തിൽ ഞങ്ങൾ ഭ്രമിച്ചു പോകുന്നു. അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ കൺമുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ അവിടുത്തെ മുഖപ്രസാദത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെല്ലാം അവിടുത്തെ ക്രോധത്തിൽ കഴിഞ്ഞു പോകുന്നു, ഒരു നെടുവീർപ്പ് പോലെ. ഞങ്ങളുടെ വർഷങ്ങൾ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, അധികമായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപമോ കഷ്ടപ്പാടും സങ്കടവുമാണ്. അത് വേഗം കഴിയുന്നു, നാം പറന്നു പോവുകയും ചെയ്യുന്നു. അവിടുത്തെ കോപത്തിൻ്റെ ഉഗ്രതയും അവിടുത്തെ ക്രോധത്തിനനുസരിച്ച് അങ്ങയോട് കാട്ടേണ്ട ഭയത്തെയും അറിയുന്നവനാർ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ വളരെ ലളിതമായ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. സാധാരണ മരണമാണ് എല്ലാത്തിനെയും വിഴുങ്ങുന്നത്. പക്ഷേ മരണത്തെ വിഴുങ്ങുന്ന ഒരു ജീവനെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്?
അർത്ഥമാക്കുന്നത് സാധാരണ മനുഷ്യരുടെ മുഴുവൻ പ്രതീക്ഷകളും മരണത്തിന് മുമ്പിൽ അസ്തമിക്കുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് അവസാനമല്ല. മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു നിത്യജീവൻ പ്രാപിച്ച അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിത്യസൗഭാഗ്യങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന മരണം കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടി സ്വപ്നമായിരിക്കുന്നില്ല. നാം ഇന്ന് രാവിലെയും കേട്ടതുപോലെ അതുകൊണ്ടാണ് ദൈവഭക്തരായ ആളുകളുടെ മരണത്തെക്കുറിച്ച് അതിനെ മരണം എന്ന് പറയാതെ നിദ്ര എന്ന് പറയുന്നു. നിദ്ര എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കമാണ്. ഉറങ്ങുന്ന ആളെ ഉണരും. കർത്താവായ യേശു ക്രിസ്തു താന് വീണ്ടും വരും. അതാണ് ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യാശ. ദൈവവചനത്തിൽ പല ഭാഗങ്ങളിൽ കർത്താവ് 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. എന്നാൽ തനിക്കായിട്ട് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് കർത്താവ് വീണ്ടും വരും. കർത്താവിൻ്റെ പുനരാഗമനമാണ് സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ. പുനരാഗമനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മളും മറ്റ് ലോകമനുഷ്യരെ പോലെ ഒരു പ്രത്യാശയില്ലാത്തവരായി തീരുമായിരുന്നു. എന്നാൽ ദൈവവചനം വളരെ വ്യക്തതയോടെ പറയുന്നു, കർത്താവ് വീണ്ടും വരും. ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ നമുക്ക് മുമ്പേ കടന്നു പോയവർ, അവരെ നമ്മൾ കർത്താവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ച് കർത്താവിനായിട്ട് ജീവിക്കുന്ന എല്ലാവരും അവർ ശരീരത്തിലാണെങ്കിൽ ആ പുതുക്കപ്പെട്ട ശരീരത്തോടെ കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് നമുക്ക് മുമ്പേ കടന്നു പോയവരും അവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതല്ല, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെയും മരണമാണ് നടക്കുന്നതെങ്കിൽ ഈ പ്രത്യാശയോടെ കടന്നു പോകുന്നവർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവരും ഉയർപ്പിക്കപ്പെടുകയും കർത്താവിനോട് ചേർക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു നിരാശയുടെയോ ദുഃഖത്തിൻ്റെയോ ഒരു ചടങ്ങല്ല, മറിച്ച് ഇത് മരണത്തെ ജീവൻ വിഴുങ്ങുന്ന സമയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ച മോശ ആകെപ്പാടെ ഒരു സങ്കീർത്തനം എഴുതിയിട്ടുള്ളൂ. മോശ എന്ന് പറയുന്ന ഇസ്രായേലിനെ വിമോചിപ്പിച്ച് ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന അവരുടെ അടിമ വിമോചകനായ മോശ ഒരു സങ്കീർത്തനം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ മോശ എഴുതിയ ഈ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, 90-ാം സങ്കീർത്തനം ശ്രദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിത്യതയും മനുഷ്യൻ്റെ നശ്വരതയുമാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ്റെ ആയുസ് 70 അല്ലെങ്കിൽ ഏറെ ആയാൽ 80 എന്ന് പറയുന്നു. എല്ലാം വേഗത്തിൽ കഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ ആയുസിൻ്റെ നിസ്സാരതയാണ് പറയുന്നത്. ഇത് പറയാൻ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാളാണ് മോശ. കാരണം താൻ ഏതാണ്ട് 6 ലക്ഷം വരുന്ന ആളുകൾ, അവരുടെ ഭാര്യമാരും ഏതാണ്ട് അത്ര പേർ, ഏകദേശം ഒരു 20 ലക്ഷം വരുന്ന ഒരു ജനത്തെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിക്കൊണ്ട് വന്ന ആളാണ് മോശ. ആ തലമുറ മുഴുവൻ തൻ്റെ മുൻപിൽ മരിച്ചു വീഴുന്നത് താൻ നേരിട്ട് കണ്ടു. അങ്ങനെ ഇത്രയേറെ പേരുടെ മരണങ്ങൾ കണ്ട മോശ തൻ്റെ സ്വന്തം സഹോദരനായ അഹ്രോൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ബുദ്ധി തരണേ എന്ന് മോശ പറയുന്നു. എന്താ, നമ്മുടെ മുമ്പിൽ കുറച്ച് നാളുകളേ ഉള്ളൂ. 70 വർഷം, ഒരു മനുഷ്യന് 70 അല്ലെങ്കിൽ 80 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി വർഷങ്ങളുണ്ടെന്ന് തോന്നും, ഒത്തിരി നാളുകളുണ്ടെന്ന് തോന്നും. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ കണക്കിന് പൊതുവെ മോശമാണെങ്കിൽ ഞാനിരുന്നൊരു കണക്ക് കൂട്ടി. അതായത് 80 വയസ്സാണല്ലോ കൂടുതൽ പറയുന്നത്. 80 വർഷത്തിന് എത്ര ദിവസമുണ്ട് എന്ന് കണക്ക് കൂട്ടിയപ്പോൾ അത് 30,000-ൽ താഴെ ദിവസങ്ങളേ ഉള്ളൂ. 30,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ കയ്യിൽ 30,000 രൂപ ഒരാളെ ഏൽപ്പിച്ചു, അതെത്ര വേഗം നമ്മൾ ചെലവഴിച്ച് തീരും. എന്ന് പറഞ്ഞതുപോലെ ഏത് മനുഷ്യനും 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും 30,000-ൽ താഴെ 29,200 ദിവസങ്ങളെ 80 വർഷം എന്ന് പറഞ്ഞാൽ അത്ര ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന പലരുടെയും ഈ 30,000-ൽ തന്നെ പല ദിവസങ്ങൾ നഷ്ടമായി. ഇനി എത്ര ദിവസങ്ങൾ നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൂടി. അതുകൊണ്ട് മോശ പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ
എന്ത് വേണം? ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ബുദ്ധി തരണേ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് നിൽക്കുമ്പോൾ കേട്ട വചനങ്ങളെ വീണ്ടും നമ്മളൊന്ന് ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകും. നമ്മൾ ഒരു ദിവസം ഇതേ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. നമ്മൾ ഒരുങ്ങണ്ടേ? ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? എങ്ങനെയാണ് ഒരു തയ്യാറെടുപ്പ് ഒരുക്കം? ദൈവവചനമാണ് അതിനെക്കുറിച്ച് വ്യക്തതയോടെ പറയുന്നത്. ഒരു നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് നമ്മുടെയൊക്കെ ഈ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് യേശു മരിച്ചത്. കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് വിശ്വസിച്ച് യേശുവിനെ വിശ്വാസത്തോടെ ഹൃദയത്തിൽ നാഥന് കർത്താവുമായിട്ട് സ്വീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുകയും ചെയ്താൽ ജീവിതം ധന്യമാകും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സന്ദേശം നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ തവണ കേൾക്കുമ്പോഴും പിന്നീടാകട്ടെ എന്ന് നമ്മൾ നീട്ടിവെക്കും. അല്ലെങ്കിൽ ഇത് വലിയ ഗൗരവമുള്ളതല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഓർക്കാപ്പുറത്തൊരു ദിവസം പെട്ടെന്ന് മരണദൂതൻ വന്ന് നമ്മുടെ കൈക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടില്ല, തയ്യാറായിട്ടില്ല. എത്ര നിർഭാഗ്യകരം! അത് സംഭവിക്കാതിരിക്കാൻ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ബൈബിളിലെ ഒരു വചനമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ മാത്രമേ നമുക്കിതിനായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങനെ ഒരു തീരുമാനത്തിന് ആഹ്വാനം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഒരിക്കലും ഈ സഹോദരനെ നിത്യതയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശുശ്രൂഷയല്ല. കാരണം ആത്മാവാണ് പ്രധാനം. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. സാധാരണ നാട്ടിൻപുറത്ത് പഴയ ഉപദേശിമാർ ഒരു ഉദാഹരണം പറയും. ഒരു വാഴ വെച്ച് വാഴ കുലച്ച് അത് പഴുപ്പായപ്പം കൃഷിക്കാരൻ എന്ത് ചെയ്തു? കൃഷിക്കാരൻ ആ കൊല വെട്ടി അയാളുടെ അറയിൽ കൊണ്ടുവന്ന് വെച്ചു, അയാളുടെ പത്തായത്തിൽ കൊണ്ടുവന്ന് വെച്ചു. വേറെ ഒരു മടയനായ ഒരാൾ വിചാരിക്കുക, കൊല വെട്ടിക്കൊണ്ട് പോയാലും ഈ വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഈ വാഴയുടെ പിണ്ടിയും ആ ഇലകളുമാണ് പ്രധാനം എന്ന് വിചാരിച്ച ഒരാൾ കൊല വെട്ടിക്കൊണ്ട് പോയ വാഴയ്ക്ക് ഒരാൾ വെള്ളമൊഴിച്ചാൽ, അതിന് വളമിട്ടാൽ എന്താ പ്രയോജനം? എന്ന് പറഞ്ഞതുപോലെ ഈ പ്രിയ സഹോദരൻ്റെ ആത്മാവ്, നല്ല കർഷകനായ കർത്താവ് തൻ്റെ സൗഭാഗ്യങ്ങളുടെ പർദീസയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഭൗതിക ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മൾ പറഞ്ഞതുപോലെ കൊല വെട്ടി മാറ്റിക്കഴിഞ്ഞ ശേഷം പിണ്ടിക്ക് വളമിടുന്നത് പോലെ ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയായിരിക്കും. ദൈവവചനം ഇതാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സഹോദരനെ അല്ല നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സന്തോഷത്തോടെ കടന്നുപോയി. താനൊരു മാതൃക നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളും സഹധർമ്മിണിയും ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇവരൊക്കെ നമുക്കൊരു വെല്ലുവിളിയാകട്ടെ. നമുക്കും നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ സമർപ്പിക്കാം. എന്നാൽ രണ്ടാമത് ഈ ഭവനത്തോട് ബന്ധപ്പെട്ടും ഈ ശുശ്രൂഷയ്ക്കൊരു കാര്യമുണ്ട്. എന്താണ്? ദുഃഖത്തിലാണ് അവർ. വലിയ പ്രത്യാശ ഉണ്ടെങ്കിലും മാനുഷികമായ ദുഃഖം അവരുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ഭരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുമാത്രമാണ് ഈ ഭവനത്തോട് ബന്ധപ്പെട്ട്, കുടുംബാംഗങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് അർത്ഥവത്തായിട്ട് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് ഇനിയും ഇതിന് ശേഷം മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഈ മൃതദേഹം സംസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ വലിയ പ്രത്യാശയോടെയാണ് സംസ്കരിക്കുന്നത്. എന്താണ്? കർത്താവിൻ്റെ വരവിൽ ഇവിടെ നിന്ന് താൻ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിനോടൊപ്പമായിരിക്കും. ആ കർത്താവിനോടൊപ്പം താനായിരിക്കുമ്പോൾ തന്നെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളും ഇതേ വഴിയിൽ, ഇതേ മാർഗത്തിൽ മുന്നോട്ട് പോയാലേ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ തൊട്ട് മുകളിലുള്ള നമ്മുടെ സെല്ലിലാണ് ഈ മൃതദേഹം അടക്കുന്നത്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഇതിൻ്റെ മുഖം മൂടി പെട്ടി അടയ്ക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോഴൊരു പാട്ട് പാടുമ്പോൾ ആരെങ്കിലും ഇനി കാണാനായിട്ടുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമരം കൊടുക്കാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ പാട്ട് പാടുന്ന സമയം അതിനായിട്ട് ഉപയോഗിക്കുക. ആ സമയത്ത് അതിനുശേഷം പെട്ടി മൂടി നമ്മൾ സംസ്കാരത്തിനായിട്ട് കൊണ്ടുപോകുന്നതാണ്. സ്വർലോക
കാഹളം ധ്വനിക്കും മരിച്ചോരക്ഷണമുയർക്കും സ്വർലോക കാഹളം ധ്വനിക്കും മരിച്ചോരക്ഷണമുയർക്കും തൻ തേജ സാക്ഷണം ധരിക്കും തൻ തേജ സാക്ഷണം ധരിക്കും. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയവും എവിടെ? യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. പ്രത്യാശ അറ്റവേരെ പോലല്ല, ക്രിസ്തുവിൽ മരിച്ചോർ. പ്രത്യാശ അറ്റവേരെ പോലല്ല, ക്രിസ്തുവിൽ മരിച്ചോരുയർക്കും താൻ വരുമാപ്പോൾ. ഉയർക്കും താൻ വരുമാപ്പോൾ. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയവും എവിടെ? എന്റെ യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്റെ യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. സ്വർലോക കാഹളം ധ്വനിക്കുമോ മരിച്ചോരക്ഷണമുയർക്കും. സ്വർലോക കാഹളം ധ്വനിക്കുമോ മരിച്ചോരക്ഷണമുയർക്കും. തൻ തേജ സാക്ഷണം ധരിക്കും. തൻ തേജ സാക്ഷണം ധരിക്കും. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയവും എവിടെ? യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. എൻ ദേഹം മണ്ണയാമെന്ന ഇനിയും താഴ്വരും. എൻ ദേഹം മൺമയാമെന്ന ഇനിയും താഴ്വരും. വിളങ്ങും തേജസ്സിൽ നന്നാ. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയവും എവിടെ? യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. തനിക്കു സ്തുതി. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വചനങ്ങളെ വായിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. സഹോദരനെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഓർത്തോടുകൂടി മടക്കി വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെയും ജീവിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്റെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം
അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എന്നേക്കും കർത്താവിനോടുകൂടെ വസിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും എന്നാണ് നമ്മളെ വായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ആശ്വാസത്തിന് വകയുണ്ട്. ആ കാര്യം ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥിച്ചതിന് ശേഷം അത് മുഖം മൂടുകയോ അത് അടയ്ക്കുകയോ ചെയ്യാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, സ്വർലോക കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായിട്ട് ഉയർക്കും. ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ആ നിലയിലുള്ള കർത്താവേ അംഗീകാരം പ്രാപിപ്പാനായിട്ട് എഴുന്നേറ്റ് വരും എന്നുള്ള വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഭൂമിക്ക് ദാനം ചെയ്യുന്നു. നീ പൊടിയാകും, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ദൈവമേ, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിൻ്റെ മൃതദേഹം അടക്കം ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങൾക്കിന്ന് കർത്താവെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞ ഈ പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഞങ്ങൾ അടക്കം ചെയ്യുമ്പോൾ വലിയ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർലോക കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കും. ആ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദരനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രിയ സഹോദരനെ പോലെ ഞങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നല്ല പോർ പൊരുതി കർത്താവെ ഞങ്ങളും ആ ജീവകിരീടത്തിന് അർഹരായി തീരുവാൻ ഞങ്ങളെ ഈ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കർത്താവെ, ദുഃഖിതരായിരിക്കുന്ന ജയമ സിസ്റ്ററിനെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം. പ്രായമായ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദോഹയിൽ നിന്ന് വന്ന് സഭയിൽ ഉള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിച്ചാൽ എല്ലാവരെയും കർത്താവെ അവരുടെ ഹൃദയങ്ങളിലെ ദുഃഖവും നിരാശയും മാറി കർത്താവെ വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകലമാനവും മഹത്വം ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ശുശ്രൂഷയെ മാനിച്ചതിനായിട്ട് സ്തോത്രം. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് സ്തോത്രം. രാവിലെ മുതൽ കർത്താവെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ഇത്രത്തോളം അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിച്ച് തന്നല്ലോ. ഞങ്ങൾ നന്ദിയുള്ളവരായിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകലമായ മഹത്വത്തേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും കൂട്ടായ്മയും നാം ഏവരോടും വിശേഷാല ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശുശ്രൂഷകളിലൂടെ അവസാനിച്ചു. ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേ. കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേ. അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകേ വലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുന്നേ. ലോകേ വലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുന്നു.